രഞ്ജാണ് രഞ്ജിസ് പാഠശാല. നമ്മുടെ കൂട്ടത്തിലുള്ള പല ഫ്രണ്ട്സിനും ചില ഡൗട്ട്സ് ഉണ്ട് എന്തിനാണ് ടാക്സ് പ്ലാനിങ് എന്നുള്ളത് കാര്യം. കാരണം ആസ് എ അഡ്വൈസർ നമ്മൾ കസ്റ്റമറെ മുന്നിൽ പോകുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് വേണ്ടി കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വലിയൊരു പെർസെൻറ്റേജ് ഏജൻസും നമ്മൾ പ്രൊഡക്റ്റ് മാത്രമാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനപ്പുറം നമ്മൾ പഠിക്കുന്നില്ല. ഇപ്പോൾ പൊതുവെ എല്ലാവരുടെ ധാരണ പ്രൊഡക്റ്റ് പഠിച്ചാൽ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആക്ച്വലി ദ ക്ലയൻറ്റ് ഡസൻ നീഡ് ദ പ്രൊഡക്റ്റ്, ദേ നീഡ് ദ സൊല്യൂഷൻ. അപ്പോൾ അവർക്ക് സൊല്യൂഷനാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ആ സൊല്യൂഷനിലേക്ക് ഈ പ്രൊഡക്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് അവരുടെ കുറേ ഇഷ്യൂസാണ്. ഒരു നമ്മൾ ഏജൻറ്റ്സ് എന്ന നിലയിൽ നിന്ന് നമ്മൾ അഡ്വൈസർ അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് എന്ന നിലയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. കാരണം അങ്ങനെ മാറിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു ബി വാനിഷ്ഡ്. നമ്മളിവിടുന്ന് അപ്രത്യക്ഷമാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരിക. കാരണം അവർ മാറ്റും. കാരണം ദേ ഹാവ് ദ ഓപ്ഷൻസ്. കാരണം അവർക്ക് ആ പഴയതുപോലെയല്ല, ലോട്ട്സ് ഓഫ് പ്രൊഫഷണലായ കുറേ ആൾക്കാർ ഈ മാർക്കറ്റിലുണ്ട്, ഓൺലൈൻസിലുണ്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വൈ ഫ്രം മീ എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് രഞ്ജിസ് പാഠശാല നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. കാരണം എന്നിൽ നിന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഫിനാൻഷ്യൽ അവെയർനെസ് ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ ഡ്യൂട്ടി ഇറ്റ്സ് നോട്ട് സെല്ലിങ്, ഇറ്റ്സ് എഡ്യൂക്കേറ്റിംഗ്. അതിനുവേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ഫാബുലസ് ആയ സെഷനാണ് ഈ വരുന്ന ശനിയാഴ്ച 18th ജാനുവരിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് ഞാൻ സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചേഞ്ചസ് ഇൻ അപ്രോച്ച്, ദ പ്ലാനിങ് യുവർ ബിസിനസ്, പ്രസൻറ്റേഷൻസിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടാക്സ് പ്ലാനിങ്. കാരണം ടാക്സ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് കസ്റ്റമർക്ക് ഈ സമയത്തൊക്കെ ടാക്സ് പ്ലാൻ അവരൊരു പാർട്ടാണ്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് ഒരു പാർട്ടായിട്ടാണ് വരിക. ആ സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ദ കൈൻഡ്സ് ഓഫ് ഹെഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ ടാക്സ് ഡിഡക്ഷൻ കിട്ടാവുന്ന ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഉള്ളത്, അതിനെ എങ്ങനെ സഹായിക്കാൻ പറ്റിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിലിംഗ് ആയ, അതുപോലെ ന്യൂ റെജീം, ഓൾഡ് റെജീം, അതിൻ്റെ കാൽക്കുലേഷൻസ്, അതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിലിംഗ് ആയ ഒരു പ്രസൻറ്റേഷനാണ്. നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. ജോയിൻ അസ് ഓൺ ടൈം. വെന്യൂ വന്നിട്ടുള്ളത് ഭാരത് റെസ്റ്റോറൻ്റാണ്. സമയം വന്നിട്ടുള്ളത് 10 മണി മുതൽ 2 മണി വരെയാണ്. നിങ്ങൾക്ക് ലഞ്ചോടെ പിരിയാം. വളരെ ഫാബുലസ് ആയ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ന്യൂ ഇയറിലെ കണ്ണൂരിലെ ആദ്യത്തെ സെഷനാണ്. ജോയിൻ അസ്. താങ്ക് യു വെരി മച്ച്.